ഓരോ 16 മിനിറ്റിലും ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും ഒരു പെൺകുട്ടിക്കും കൊടുത്തിട്ടില്ല. ഇത്തരത്തിലൊരു ത്രട്ടണിങ് സിറ്റുവേഷൻ വന്ന ഹൗ ടു ഹാൻഡിൽ പതറിപ്പോവാണ്. ഒരു ത്രട്ടണിങ് സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് 2 റെസ്പോൺസുകളാണ് ബോഡിയിലുള്ളത്. ഒന്നൊരു ഫ്ലൈറ്റ് എന്ന് പറയുന്ന റെസ്പോൺസാണ്, ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ ഫൈറ്റ് ബാക്ക്, തിരിച്ച് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത്. ഇത് രണ്ടും സംഭവിച്ചാലും സർവൈവൽ പോസിബിൾ ആണ്. പക്ഷേ എപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഫ്രീസ് എന്ന് പറയുന്നൊരു മോഡിലായി പോകും, മരവിച്ചു പോകും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാതെ പോകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ ഫ്രീസ് മൈൻഡ് സെറ്റിൽ നിന്ന് ഫ്ലൈറ്റ് ഫൈറ്റ് മൈൻഡ് സെറ്റിലേക്ക് എങ്ങനെ എത്തിക്കാം, അതാണ് ശക്തിയുടെ ബേസിക് കോൺസെപ്റ്റ്. ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജുകൾ, സ്കൂളുകൾ, ഇന്ത്യയിലാകമാനം സഞ്ചരിച്ചുകൊണ്ട് കോളേജുകളും സ്കൂളുകളിലെയും പെൺകുട്ടികളെ നമ്മൾ ഒരു 2.5-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സെഷൻസിലൂടെ ഇതൊന്ന് അവയർനെസ് കൊടുക്കാനായിട്ട്, കളരിപ്പേര് പഠിപ്പിക്കാൻ പറ്റില്ല, കുറച്ച് സ്കില്ലുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനൊരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് പഠിപ്പിക്കാനുള്ള ഒരു മൂവ്മെന്റ്. ഇതുവരെ നമ്മൾ 12,000 കുട്ടികളെ ട്രെയിൻ കൊടുത്തു. അത്രയും അത് നമ്മൾ വെൽ ഡോക്യുമെന്റഡ് ആണ്.